ഹലോ ഗൈസ്, 2-3 ഏത്തപ്പഴം പഴുത്തതെടുത്ത് അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അരച്ച് കലക്കിയിട്ട് നെയ്യ് ചേർത്തിട്ട് ഏത്തപ്പഴ ഹൽവ ഉണ്ടാക്കാനാണ് ഗൈസ്. ആഫ്റ്റർ ഞാനെല്ലാം കാണിച്ചു തരാം. അരച്ചെടുത്തോണ്ട് വരട്ടെ ഗൈസ്. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷണം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കഷണമൊന്നുമില്ല, ഒരു ശകലം 1-2 കഷ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് ഗൈസ്, നല്ല പശു നെയ്യാണ്, അമുലിൻ്റെ. ഓക്കെ, എടുത്തിട്ട് ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പാത്രമാണ് ഗൈസ് ഓരോന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് എടുത്ത് ഇതിലിട്ട് ചൂടായിരിക്കുവാണ് പാത്രം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കണ്ട. ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി ഗൈസ്. ഈ പിച്ചാത്തിയും കരണ്ടിയൊക്കെയാണ് ഗൈസ് ഇഷ്ടം. ഓക്കെ, അപ്പം ഞാൻ ഈ സംഭവം അങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഗൈസ്. ഇത് ഹോട്ടലിൽ വെജ് ഹോട്ടലുകളിൽ വേറുള്ള നമ്മളെ ഉത്തരേന്ത്യൻ ഹോട്ടലുകളിലൊക്കെ കിട്ടാറുണ്ട് ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഹൽവ. അവിടെ നിന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഞാൻ വടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ സന്ധ്യയായി ഗൈസ്, ഒരു 6 മണിയോട് അടുത്തപ്പോഴേ റൂമിനകത്ത് ലൈറ്റ് ഷെയ്ഡ് കുറഞ്ഞു. ഒറ്റ ലൈറ്റേ ഉള്ളൂ കിച്ചണിലേ. പെട്ടെന്ന് ആയി കിട്ടും ഗൈസ്. ഇത് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, പ്യുവർ ഇത് മാത്രം. പിന്നെ 2-3 ഏലക്കയുടെ അരി മാത്രം ഇടാം. ഏത്തപ്പഴം അരച്ച് ഒഴിച്ചപ്പോഴേ ഗൈസ്, ഞാനിത് വടിക്കാനായിട്ട് താത്ത് വെച്ച് അപ്പോഴുണ്ടല്ലോ പറ്റിപ്പിടിച്ച് ഗൈസ്. സോ അതൊഴിച്ചാൽ ഉടനെ ഇളകിക്കോണം ഗൈസ്. ഇച്ചിരി കൂടെ നെയ്യ് ഇറക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ നെയ്യ് ചേർത്ത് സെറ്റാക്കി എടുത്തിട്ട് കാണിക്കാം ഗൈസ് കേട്ടോ. ഗൈസ്, നെയ്യുടെ കൂടെ ഞാൻ ഇച്ചിരി പ്യുവർ നമ്മളെ കോക്കനട്ട് ഓയിൽ ഒരു ശകലം ഒഴിച്ച് കൊടുക്കട്ടെ ഗൈസ്. എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സഹിക്കത്തില്ല ഗൈസ്. നിങ്ങളെൻ്റെ പല വീഡിയോയിലും കണ്ടതല്ലേ ഗൈസ്, എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ഈ മാത്രമായിട്ടാണിത് ഉത്തരേന്ത്യൻ വെജ് റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്നത്. ഒരു ബട്ടർ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കും, നമ്മളെ പാൽപ്പേട പോലെ. ഓക്കെ ഗൈസ്, ഇതാണ്ട് ഇത് സെറ്റാവും, പെട്ടെന്ന് സെറ്റാവും. ഇച്ചിരി അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം, അതൊക്കെ വെറൈറ്റി ആയി വേറെ രീതിയിലാവും. ഇത് ഏത്തപ്പഴമാകുമ്പോൾ അതിൻ്റെ ഫ്ലേവറിൽ മാത്രം നിൽക്കും. സെറ്റാക്കട്ടെ ഗൈസ് കേട്ടോ. വളരെ കുറച്ച് ടൈം മതി. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര അരച്ച് ഉരുക്കിയിട്ട് ശർക്കര ചീകി ഉരുക്കി അരിച്ച് ഇതിലൊഴിക്കാം. എനിക്കിതിപ്പം ഏത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളം, സോ ഞാൻ ചേർത്തിട്ടില്ല. ഒറ്റ ഏലക്ക ഇട്ട് ഗൈസ്. ഇതാ വീഡിയോ ഓഫ്. എന്താണ്ട ഏലക്കയുടെ അരിയും ഏലക്കയുടെ തൊലിയും തോലി ഇതിനകത്തേ വേറെ ഫ്ലോർ ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഏത്തപ്പഴത്തിൻ്റെ രുചി തന്നെ ആയിരിക്കും ഗൈസ്. അത് ഞാൻ ഏലക്ക ഇട്ടതാണ് ഗൈസ് കേട്ടോ. റെഡിയാക്കി എടുക്കട്ടെ. ഇത് പെട്ടെന്ന്
ആവും ഗൈസ്. പക്ഷെ ഇത് ചുരുട്ടി പിടിക്കും കേട്ടോ. ചുരുട്ടി പിടിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയും. അത് ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങ് വരും. അത് മൊത്തത്തിൽ സെറ്റാകുമ്പോഴേ ഇങ്ങ് വരും. ഇതിലെ ചക്കയിലൊക്കെ പോലും അരഞ്ഞില്ലേ ഗൈസ്. എല്ലാ ഹൽവയും നമുക്കുണ്ടാക്കാം. ഇച്ചിരി കട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്യാം. ബട്ട് ഇനി വേണ്ട. ഇതിങ്ങനെ നെയ്യിലിരുന്ന് മുങ്ങുമ്പോഴേ ഗൈസ് ഇതിന് ശരിക്കും പറഞ്ഞാൽ എന്തൊരു മണം വരുന്നതെന്നറിയോ ഗൈസ്? ഒരു പഴംപൊരിയുടെ മണം. പഴംപൊരിയുടെ മണം. ഇതാണ്ടോ ഇത് പെട്ടെന്നങ്ങായി കണ്ടോ? പണ്ടത്തെ കുഞ്ചാക്ക ബോബൻ ബേബി ശാലിനി ടീമിൻ്റെ ഒരു ഫിലിമിലെ പാട്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ രണ്ടിനും. കുട്ടിയിരുന്ന് പണ്ട് സിനിമ കാണുമായിരുന്നു ഗൈസ്. എനിക്കിപ്പോൾ സമയമില്ലേ. ഐ ആം സോ ബിസി. കുറേ കാലമായി ഗൈസ് സിനിമ കണ്ടിട്ട്. എനിക്ക് നിവിൻ പോളിയുടെ ഫിലിം, ശ്രീനിവാസൻ സാറിൻ്റെ മക്കളുടെ വിനീത് ശ്രീനിവാസൻ, ടാൻ ശ്രീനിവാസൻ, ഫഹദ് ഫാസിൽ, പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ മോൻ, അവരുടെയൊക്കെ ഫിലിംസ് എനിക്കിഷ്ടമാണ് ഗൈസ്. ഇത് സെറ്റായി വരുന്നു ഗൈസ്. ഉണ്ടായിരുന്നു കറങ്ങുന്നത്. നമുക്കിനി ഇത് കോരി ഓരോ സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിനകത്തോട്ട് വെക്കാം ഗൈസ് കേട്ടോ. ഗൈസ് സോ സിമ്പിളാണിത്. ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയുമാണിത്. വേണമെങ്കിൽ ഇച്ചിരി ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇടാം. അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. സാധാരണ ഇത് മേടിക്കുന്നതിനകത്ത് അതൊന്നുമില്ല. ഇച്ചിരി ഉണക്കമുന്തിരിയോ ഇച്ചിരി ബദാം പരിപ്പ് പൊടിച്ചോ ഇച്ചിരി അണ്ടിപ്പരിപ്പ് പൊടിച്ചോ നട്ട്സ് ഏതെങ്കിലുമൊക്കെ പൊടിച്ചിടാം ഗൈസ്. ഞാനിത് വെക്കട്ടെ ഗൈസ്. എന്നിട്ട് സെറ്റാക്കി കാണിക്കാം ഗൈസ്. ഞാനൊരു കിണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴും ഞാനിത് ഇറക്കിയിട്ടില്ല. എണ്ണ തെളിഞ്ഞ് ഞാൻ വരും. കുറച്ചുകൂടെ വരട്ടുമ്പം എണ്ണ മൊത്തം കക്കും ഗൈസ്. കക്കുക മീൻസ് ഇതിങ്ങനെ വെളിയിൽ വരും എണ്ണ. നമ്മൾ ഒഴിച്ച നെയ്യും എണ്ണയുണ്ടല്ലോ അതിന് പുറത്ത് വരും ഗൈസ്. എണ്ണ ഫ്രൈ ആവട്ടെ, എന്നാലേ ഇച്ചിരി കട്ടി കാണും. ഇപ്പം എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇവിടെ ഡാഡിയില്ല ഗൈസ്. ഗൈസ് ഇത് ഉരുണ്ട് കേട്ടോ. ഉരുണ്ട് കറങ്ങുവാണ് നമ്മളെ. ഇങ്ങ് വന്ന് ഗൈസ്. ഇനി ഇതിനെ ഇങ്ങനെ ഇട്ടിരുന്ന് നശിപ്പിക്കണ്ട ഗൈസ്. എടുക്കട്ടെ ഗൈസ് കോരി. വാവ് വീഴു വീഴു വീഴു. കണ്ടോ ഗൈസ്? ബ്ലാങ്കോ വീഴും. ശകലേ ഉള്ളൂ ഗൈസ്, ഒരു ശകലം. വാവ് നല്ല മണമാണ് നെയ്യുടെ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തുകൊണ്ടേ ദൂരെ വേണം ഗൈസ്. നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം ഗൈസ്. അതൊക്കെ സെറ്റായിക്കോളും. നമ്മളിതിൻ്റെ സ്പൂണിൻ്റെ ചുവട്ടിലൊന്നും എണ്ണയും നെയ്യും ഒന്നും തടവണ്ട. കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഗൈസ്. കണ്ടോ ഇനി വരും നല്ല കളർ നോക്കിക്കേ.
ആ റൈപ്പൻ ബനാനയുടെ ഗോൾഡൻ കളർ. ഇറ്റ് ലുക്സ് സോ സ്വീറ്റ്. കണ്ടോ ഗൈസ്, ഇത് നന്ന തണുക്കട്ട് ഗൈസ്. റൂം ടെമ്പറേച്ചറിൽ മതി ഇതിനെ ശരിയാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം തണുക്കുന്നിടം വരെ കേട്ടോ. ഹോട്ട് കേക്കായിട്ട് കഴിക്കുന്ന പോലെ ഇതിങ്ങനെ കഴിക്കാൻ അങ്ങോട്ട് കൊതി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ കയറി ഇതിനെ കട്ട് ചെയ്ത് കളയും ഗൈസ്. ഇത് ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ വിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡിൽ. നമുക്കിത് കമഴ്ത്തി നോക്കാം. ഈ നെയ്യൊന്നും ഞാൻ തടവിയില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇത് അനങ്ങുന്നില്ല ഗൈസ്. അനങ്ങിയില്ലേ നമ്മളിത് അനക്കും അല്ലേ. വാവ്, ഇതിൻ്റെ ചുവട്ടിലേ നെയ്യ് കൊടുക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ കട്ട് മാവാണിത്. ഈ പച്ച ഏത്തക്കയല്ലേ, ബനാന വെച്ചിട്ടല്ലേ കുച്ചിങ്ങൾക്കുള്ള കുറുക്കുണ്ടാക്കുന്നേ. അപ്പോൾ അത് ഇച്ചിരി അത്യാവശ്യം കട്ടിയുള്ളതാണ് ഗൈസ്. ഇത് വീഴുന്നില്ല ഗായ്സ്, ഞാൻ ഇളക്കി എടുക്കട്ടെ ഗൈസ്. അലുവ പോലെയുള്ള ഷേപ്പ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇവനെ പൊക്കിയെടുക്കാം ഗൈസ്. ദാ ഇവൻ നമ്മളത് കൈവച്ച് എടുത്തോണ്ടാണ് ഗൈസ്. കൂടാതെ ഇച്ചിരി തോനെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെങ്കിലേ ഇവനെ നമുക്ക് പൊക്കിയെടുക്കാമായിരുന്നു ഗൈസ്. കണ്ടോ, ഇവനെ വെച്ച് നമുക്കൊരു അലങ്കാരം ഒന്ന് ചെയ്താൽ ഒരു അഹങ്കാരമായിട്ട് അങ്ങിരിക്കും. ഇവനാണെന്ന് പറയുന്ന പോലെ ഇവൻ അടുക്കത്തില്ല ഗൈസ്. കണ്ടോ, നല്ല അലുവയാണ് ഗൈസ്, സൂപ്പറാണ്, കിടിലോസ്കിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പെട്ടെന്ന്. ഇതിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഉള്ള കാരണമാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, വെക്കട്ടെ.